ലോകത്തിന്റെ ഒരു ഭാഗത്ത് ഇന്റർനെറ്റും സ്മാർട്ട് ഫോണും ആധുനിക നഗരങ്ങളും നിറഞ്ഞ ഒരു ലോകം. പക്ഷെ ഇതിൽ നിന്നെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങൾ അകന്ന് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഇന്നും ഈ ഭൂമിയിലുണ്ട്. അവരെ കുറിച്ച് ലോകത്തിന് അറിയാവുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. അവരുടെ ഭാഷ എന്താണ്? അവർ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവരുടെ സംസ്കാരം എങ്ങനെയാണ്? പുറം ലോകത്തെക്കുറിച്ച് അവർക്ക് എന്തറിയാം? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇന്നും കൃത്യമായ ഉത്തരമില്ല. അവരാണ് സെന്റിനലീസ്. ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ട മനുഷ്യ സമൂഹങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഒരു ഗോത്രം. അവരുടെ താമസ സ്ഥലമായ നോർത്ത് സെന്റിനൽ ഐലൻഡിലേക്ക് പുറം ലോകത്തിൽ നിന്നുള്ള ആളുകൾക്ക് പ്രവേശനം പോലും അനുവദനീയമല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യർ ലോകത്തിൽ നിന്ന് ഇത്രയധികം അകന്നു കഴിയുന്നത്? അവരുടെ ദ്വീപിനുള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? അതാണ് ഇന്നത്തെ കഥ. നോർത്ത് സെന്റിനൽ ഐലൻഡ് ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യയുടെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിന്റെ ഭാഗമായാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 60 ചതുരശ്ര കിലോമീറ്ററോളം വിസ്തീർണമുള്ള ഈ ദ്വീപിന്റെ ഭൂരിഭാഗവും ഇടതൂർന്ന കാടുകളാണ്. ചുറ്റും കടൽ. അതിനുള്ളിൽ മനുഷ്യരുടെ പുറം ലോകവുമായി വളരെ കുറച്ചു മാത്രം ബന്ധമുള്ള ഒരു സമൂഹം. ഇവരാണ് സെന്റിനലീസ്. ഈ ദ്വീപിൽ അവർ എത്ര കാലമായി താമസിക്കുന്നു എന്നതിന് കൃത്യമായ രേഖകളില്ല. എന്നാൽ ആൻഡമാൻ ഐലൻഡിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ പൂർവികർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ നിന്ന് കുടിയേറിയവരുമായി ബന്ധമുള്ളവരായിരിക്കാമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. സെന്റിനലീസ് ജനവിഭാഗത്തിന്റെ കൃത്യമായ ഉത്ഭവത്തെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം അവരുമായി നേരിട്ടുള്ള സമ്പർക്കം വളരെ പരിമിതമാണ്. പുറം ലോകത്തെ അവർ എന്തുകൊണ്ട് നിരസിക്കുന്നു? സെന്റിനലീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവർ പുറം ലോകവുമായി ബന്ധപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല എന്നതാണ്. അപരിചിതർ അവരുടെ ദ്വീപിന് അടുത്തെത്തിയാൽ അവർ പലപ്പോഴും അമ്പും വില്ലും ഉപയോഗിച്ച് മുന്നറിയിപ്പ് നൽകുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കണ്ട പലരും അവരെ അപകടകാരികളായ ഗോത്രമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ കഥയുടെ മറ്റൊരു വശം കൂടി നമ്മൾ ഓർക്കണം. പുറം ലോകവുമായി സമ്പർക്കം പുലർത്താത്ത ഒരു ജനവിഭാഗത്തിന് പുറത്തുനിന്നുള്ള രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശേഷി വളരെ കുറവായിരിക്കാം. സാധാരണ മനുഷ്യർക്ക് വലിയ പ്രശ്നമില്ലാത്ത ഒരു രോഗം പോലും അവരുടെ സമൂഹത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഐസൊലേഷൻ ഒരു ഭീഷണി മാത്രമല്ല, അതവരുടെ ജീവൻ സംരക്ഷിക്കാനുള്ള ഒരു മാർഗം കൂടിയായിരിക്കാം. ഇന്ത്യൻ സർക്കാർ നോർത്ത് സെന്റിനൽ ഐലൻഡിനെ സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദ്വീപിനോട് ചേർന്നുള്ള കടൽ പ്രദേശവും സംരക്ഷണ പരിധിയിൽ ഉൾപ്പെടുന്നു. പുറത്തുനിന്നുള്ളവർക്ക് അവിടെ പ്രവേശിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. ഇതിന് പിന്നിലെ പ്രധാന കാരണം നേരത്തെ പറഞ്ഞതുപോലെ സെന്റിനലീസ് സമൂഹത്തെ പുറത്തുനിന്നുള്ള രോഗങ്ങളിൽ നിന്നും അവരുടെ സംസ്കാരത്തെ പുറം ലോകത്തിന്റെ ഇടപെടലുകളിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണ്. ഇത് ഐസ് ഓൺ ഹാൻഡ്സ് ഓഫ് എന്ന സമീപനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് അവരുടെ സുരക്ഷ ഉറപ്പാക്കുക, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഇടപെടാതിരിക്കുക. എന്നാൽ ആരെങ്കിലും അവരെ കണ്ടിട്ടുണ്ടോ? അതെ, പുറം ലോകത്തിൽ നിന്നുള്ള ചിലർ സെന്റിനലീസിനെ ദൂരത്തു നിന്ന് കണ്ടിട്ടുണ്ട്. ചില പഴയ ഫോട്ടോകളും വീഡിയോ ദൃശ്യങ്ങളും ലഭ്യമാണ്. പക്ഷെ ഇവ വളരെ പരിമിതമാണ്. ഇന്നത്തെ കാലത്ത് അവരെ അടുത്തു ചെന്ന് ചിത്രീകരിക്കുന്നത് നിയമപരമായി ശരിയല്ല. 2024 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉണ്ടായ സുനാമി ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡിനെയും ശക്തമായി ബാധിച്ചു. നോർത്ത് സെന്റിനൽ ഐലൻഡിനും വലിയ ആഘാതം ഉണ്ടായിരിക്കാമെന്ന് കരുതപ്പെടുന്നു. അപ്പോൾ ഒരു ചോദ്യം ഉയർന്നു: സെന്റിനലീസ് ജനങ്ങൾ ജീവനോടെ ഉണ്ടോ? അവരുടെ സ്ഥിതി പരിശോധിക്കാൻ ഒരു ഹെലികോപ്റ്റർ ദ്വീപിന് മുകളിലൂടെ പറന്നു. അപ്പോൾ ദ്വീപിൽ നിന്ന് ഒരാൾ ഹെലികോപ്റ്ററിന് നേരെ അമ്പെയ്യുന്നത് കണ്ടു. ഇത് ലോകത്തിന് ഒരു കാര്യം തെളിയിച്ചു: സെന്റിനലീസ് ജനങ്ങൾ ജീവനോടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്ര വലിയ പ്രകൃതി ദുരന്തത്തിന് ശേഷം പോലും പുറം ലോകത്തോട് അവരുടെ പ്രതികരണം മാറിയിരുന്നില്ല. അവരിപ്പോഴും അവരുടെ ദ്വീപിനെയും അവരുടെ ജീവിത രീതിയെയും സംരക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അവർ എങ്ങനെ ജീവിക്കുന്നു? ഇവിടെയാണ് ഏറ്റവും വലിയ മിസ്റ്ററി. സെന്റിനലീസിന്റെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ചു മാത്രമേ അറിയൂ. അവർ വേട്ടയാടുകയും മത്സ്യബന്ധനം നടത്തുകയും സെന്റിനലീസിന്റെ ദൈനംദിന ജീവിതത്തെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ചു മാത്രമേ അറിയൂ. അവർ വേട്ടയാടുകയും മത്സ്യബന്ധനം നടത്തുകയും കാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണം ശേഖരിക്കുകയും ചെയ്യുന്ന ഹണ്ടർ ഗ്യാദറർ ജീവിത രീതിയാണ് പിന്തുടരുന്നതെന്ന് കരുതപ്പെടുന്നു. അവർ കൃഷി ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് അവരുടെ ഭക്ഷണം സംഭരിക്കുന്നത്? അവരുടെ വീടുകൾ എങ്ങനെ? അവരുടെ സാമൂഹിക ഘടന എന്താണ്? ഇതെല്ലാം സംബന്ധിച്ച വിവരങ്ങൾ വളരെ പരിമിതമാണ്. അവർ ഉപയോഗിക്കുന്ന വില്ലുകളും അമ്പുകളും പോലുള്ള ഉപകരണങ്ങൾ അവരുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചില സൂചനകൾ നൽകും.
എന്നാൽ അവരുടെ യഥാർത്ഥ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഇന്നും ഒരു രഹസ്യമാണ്. തേയുടെ രഹസ്യം സെന്റിനലീസിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള മറ്റൊരു കൗതുകകരമായ ചോദ്യമാണ്. അവർ തീ എങ്ങനെ ഉപയോഗിക്കുന്നു? അവർ തീ ഉപയോഗിക്കുന്നതായി ദൂരത്തു നിന്നുള്ള നിരീക്ഷണങ്ങളിൽ നിന്ന് സൂചനകളുണ്ട്. പക്ഷെ അവർ തീ സ്വയം ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രകൃതിദത്തമായ ഉണ്ടായ തീയിൽ നിന്ന് അത് സംരക്ഷിച്ചു വെക്കുകയാണോ? ഇതിനെക്കുറിച്ച് കൃത്യമായ തെളിവുകൾ വളരെ കുറവാണ്. ഇതുപോലുള്ള നിരവധി ചോദ്യങ്ങളാണ് സെന്റിനലീസിനെ ലോകത്തിലെ ഏറ്റവും മിസ്റ്റീരിയസ് ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസിൽ ഒന്നാക്കി മാറ്റുന്നത്. അവരുടെ ഭാഷ എന്താണ്? ഇതാണ് മറ്റൊരു വലിയ രഹസ്യം. സെന്റിനലീസ് സംസാരിക്കുന്ന ഭാഷയെക്കുറിച്ച് പുറം ലോകത്തിന് വളരെ കുറച്ചു മാത്രമേ അറിയൂ. അവരുടെ ഭാഷ ആൻഡമാൻ ഐലൻഡിലെ മറ്റു ദേശീയ ഭാഷകളുമായി എത്രത്തോളം ബന്ധമുള്ളതാണ്, അല്ലെങ്കിൽ അത് പൂർണ്ണമായും വ്യത്യസ്തമായ ഒരു ഭാഷയാണോ? ഇതിന് കൃത്യമായ ഉത്തരമില്ല. കാരണം അവരുമായി സാധാരണ രീതിയിലുള്ള ആശയവിനിമയം സ്ഥാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനാൽ അവരുടെ ഭാഷയും യഥാർത്ഥ സ്വഭാവവും ഇന്നും അജ്ഞാതമാണ്. അവരുടെ ജനസംഖ്യ എത്രയാണ്? ഇതും കൃത്യമായി അറിയില്ല. വിവിധ കാലഘട്ടങ്ങളിൽ നടത്തിയ ദൂരനിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ജനസംഖ്യയെക്കുറിച്ച് വ്യത്യസ്തമായ കണക്കുകൾ പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ കൃത്യമായ സെൻസസ് നടത്താൻ സാധിക്കാത്തതിനാൽ അവരുടെ യഥാർത്ഥ ജനസംഖ്യ എത്രയാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഇത് തന്നെയാണ് മറ്റൊരു വലിയ മിസ്റ്ററി. 2026 2 മത്സ്യത്തൊഴിലാളികൾ നോർത്ത് സെന്റിനൽ ഐലൻഡിന്റെ സമീപത്ത് എത്തിപ്പെട്ടു. അവരുടെ ബോട്ട് നിയന്ത്രണം വിട്ട് ദ്വീപിനടുത്തെത്തിയതിനെ തുടർന്ന് അവർ സെന്റിനലീസിന്റെ കൈകളിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ സംഭവത്തിന് ശേഷം ദ്വീപിനടുത്തേക്ക് പോകുന്നതിന്റെ അപകട സാധ്യതയെക്കുറിച്ച് വീണ്ടും ലോകശ്രദ്ധ ലഭിച്ചു. എന്നാൽ ഇത്തരം സംഭവങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി സെന്റിനലീസ് ജനങ്ങളെ അക്രമകാരികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയല്ല. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ അപരിചിതരായ ആളുകൾ അവരുടെ പ്രദേശത്തേക്ക് അനുമതിയില്ലാതെ കടന്നു വരുന്നതായിരിക്കാം. അവരുടെ സമൂഹം ആയിരക്കണക്കിന് വർഷങ്ങളായി പിന്തുടർന്നു വരുന്ന ഐസൊലേഷൻ അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായിരിക്കാം. 2018 അമേരിക്കൻ മിഷണറിയായ ജോൺ അലൻ ചാവു നോർത്ത് സെന്റിനൽ ഐലൻഡിലേക്ക് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം സെന്റിനലീസ് ജനങ്ങളുമായി ബന്ധപ്പെടാൻ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനും ശ്രമിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എന്നാൽ അദ്ദേഹം ദ്വീപിൽ കൊല്ലപ്പെട്ടു. ഈ സംഭവം ലോകമെമ്പാടും വലിയ ചർച്ചകൾക്ക് കാരണമായി. ഒരു ചോദ്യം വീണ്ടും ഉയർന്നു: ഒറ്റപ്പെട്ട ഒരു ജനവിഭാഗവുമായി പുറം ലോകം ബന്ധപ്പെടാൻ ശ്രമിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അവരെ അവരുടെ ലോകത്ത് തന്നെ ജീവിക്കാൻ അനുവദിക്കണ്ടേ? ഇന്നും ഈ ചർച്ച തുടരുകയാണ്. സെന്റിനലീസിനെ കുറിച്ച് നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ അറിയാത്തത്? ഒരുപക്ഷെ ഈ കഥയിലെ ഏറ്റവും വലിയ മിസ്റ്ററി ഇതാണ്: നമുക്കറിയാത്തത് നമുക്കറിയാവുന്നതിനേക്കാൾ വളരെ കൂടുതലാണ്. അവരുടെ യഥാർത്ഥ ചരിത്രം എന്താണ്? അവർ എത്ര തലമുറകളായി ഈ ദ്വീപിൽ ജീവിക്കുന്നു? അവരുടെ സംസ്കാരം എങ്ങനെയാണ്? അവരുടെ മതവിശ്വാസങ്ങൾ എന്തൊക്കെയാണ്? അവർ മരിച്ചവരെ എങ്ങനെ സംസ്കരിക്കുന്നു? അവരുടെ കുടുംബ ബന്ധങ്ങൾ എങ്ങനെയാണ്? അവരുടെ കുട്ടികൾ എങ്ങനെ വളരുന്നു? അവരുടെ സമൂഹത്തിൽ നേതാക്കളുണ്ടോ? ഇവയ്ക്കെല്ലാം ലോകത്തിന് ഇന്നും കൃത്യമായ ഉത്തരമില്ല. എന്തുകൊണ്ടാണ് ഈ രഹസ്യം ഒരിക്കലും പൂർണ്ണമായി തുറക്കാത്തത്? കാരണം ഒരുപക്ഷെ നമുക്കതിന്റെ ഉത്തരം ഒരിക്കലും അറിയേണ്ടതില്ല. സെന്റിനലീസ് ജനങ്ങൾ പുറം ലോകവുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തെ ബഹുമാനിക്കുകയാണ് മനുഷ്യരെന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത്. അവരുടെ ദ്വീപിലേക്ക് കടന്നു ചെന്ന് അവരുടെ ജീവിതം മാറ്റിമറിക്കുന്നതിനേക്കാൾ ദൂരത്തു നിന്ന് അവരുടെ അവകാശത്തെയും സ്വാതന്ത്ര്യത്തെയും ബഹുമാനിക്കുക. ഇതാണ് ലോകം സ്വീകരിക്കുന്ന സമീപനം. ഇന്ന് നോർത്ത് സെന്റിനൽ ഐലൻഡിന്റെ ചുറ്റും കടൽ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുള്ളിൽ ഇടതൂർന്ന കാടുകൾക്കിടയിൽ ലോകം അറിയാത്ത ഒരു മനുഷ്യ സമൂഹം ഇപ്പോഴും ജീവിക്കുന്നുണ്ടാകാം. അവരുടെ ജീവിതത്തിൽ നഗരങ്ങളില്ല, ഇന്റർനെറ്റ് ഇല്ല, സോഷ്യൽ മീഡിയ ഇല്ല, പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള ആഗ്രഹവുമില്ല. പക്ഷെ അവർ ജീവിക്കുന്നു അവരുടെ സ്വന്തം ലോകത്ത്. നമ്മുടെ ലോകത്തിൽ നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രം അകലെയായിട്ടും അവരുടെ ജീവിതം നമ്മിൽ നിന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾ അകലെയാണെന്ന് തോന്നിപ്പിക്കുന്നു. ഒരു പക്ഷെ അവരുടെ ഏറ്റവും വലിയ രഹസ്യം അവരുടെ ദ്വീപിനുള്ളിൽ എന്താണ് നടക്കുന്നത് എന്നല്ല, മറിച്ച് പുറം ലോകവുമായി ബന്ധപ്പെടാതെ തന്നെ ഇത്രയും കാലം അവർ എങ്ങനെ അവരുടെ ജീവിതവും സംസ്കാരവും നിലനിർത്തി എന്നതാണ്. നോർത്ത് സെന്റിനൽ ഐലൻഡ് ഇന്നും അവിടെ തന്നെയുണ്ട്. കടലിനാൽ ചുറ്റപ്പെട്ട് കാടുകളാൽ മറഞ്ഞ് ലോകത്തിന്റെ കണ്ണുകളിൽ നിന്ന് അകന്ന് അവിടെ ജീവിക്കുന്ന സെന്റിനലീസ് ജനങ്ങളും അവരുടെ ജീവിതവും ഇന്നും മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ അറിയപ്പെടാത്ത കഥകളിൽ ഒന്നായി തുടരും. ഒരു പക്ഷേ ആ ദ്വീപിന്റെ യഥാർത്ഥ രഹസ്യം ഒരിക്കലും നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം അവരുടെ ലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിൽ അവർ തന്നെ അടച്ചിട്ടിരിക്കുന്നു.